ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കൈകളിൽ തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കും കൊണ്ടാണ്. വെളിച്ചെണ്ണ ചേർത്തുള്ള ഒരു സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളുണ്ടാവില്ലേ, ആ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ നല്ല സഹായിക്കും. പിന്നെ നിറം വയ്ക്കാനും, കൈകളിൽ നിറം വയ്ക്കാനൊക്കെ അടിപൊളി പാക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടുക, ഡ്രൈനെസ് ഒക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ ഇത് ദിവസം ഇതേ രീതി തന്നെ തയ്യാറാക്കി നിങ്ങളുടെ കൈകളിലും കാലിലും കഴുത്തിലും മുഖത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. മുഖത്തൊക്കെ തേച്ചിടും. ഓയിൽ സ്കിന്നർ തേക്കണ്ട, ഡ്രൈ സ്കിന്നർക്ക് തേക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. തേക്കുവാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ചുളിവുകളൊക്കെ മാറി സ്കിൻ നന്നായിട്ട് ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാനിതാ ഈ ഒരു സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. അത്യാവശ്യം നല്ല കട്ടി തൈര് തന്നെ എടുത്തോളൂ കേട്ടോ. തൈര് കട്ടിയില്ല, വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. തൈരും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, ഒരു സ്പൂൺ തൈര്. ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്ര വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കയ്യിലൊക്കെ തേക്കുന്നുണ്ട് കുഴപ്പമില്ല. നമുക്ക് ഫേസിലൊക്കെ തേക്കുകയാണെങ്കിൽ ഇത്ര ചെറുനാരങ്ങ എടുക്കരുത് കേട്ടോ. ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിക്കുകയാണേ. ഞാൻ ഇതിൻ്റെ കയ്യിലാട്ടോ തേച്ച് കൊടുക്കണത്. അതുകൊണ്ട് ഞാനിതാ കറക്റ്റ് ഒരു സ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ചെറുനാരങ്ങയുടെ നീര്, വെളിച്ചെണ്ണ, തൈര് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഈ സ്പൂൺ മാറ്റി വെച്ച് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാവേ. ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ പാക്ക് അത്യാവശ്യം ഒരു കട്ടിയാവേ. കണ്ടോ, കട്ടിയായത് കണ്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഇത്തിരി മിക്സ് ചെയ്യാൻ പാടുണ്ടാവും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ കൈകളിലും കാലിലും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ സ്കിന്നൊക്കെ ഒരു ചുളിവൊക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ലവണ്ണം തേച്ച് കൊടുക്കണം കേട്ടോ. രണ്ട് കൈകളിലും കാലൊക്കെ തേച്ച് കൊടുക്കണേ. തേച്ച് മാത്രം കൊടുത്താൽ പോരെ, ഇതുപോലെ ഒന്ന് മസാജും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ടൊരു 10-15 മിനിറ്റോളം നമ്മുടെ കൈകളിൽ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഒരു കടലമാവോ ഉപയോഗിച്ച് കഴുകിക്കളയുക, അല്ലെങ്കിൽ സാധാ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാലും മതി. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും ചെയ്യും. നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് ചുളിവ് കുറയാനായിട്ട് ഈ തൈര്, വെളിച്ചെണ്ണ, അതുപോലെ ഗ്ലിസറിൻ, ബദാം ഓയിൽ, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിൽ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടുവേ. ഇപ്പോൾ നിങ്ങൾക്ക് തൈര് മാത്രമാണെങ്കിലും മതി കേട്ടോ. തൈര് മാത്രം ഇതുപോലെ എടുത്ത് തേച്ച് ഒരു 10-20 മിനിറ്റൊക്കെ കഴുകി കളയുവാണെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും, ചുളിവുകളൊക്കെ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ പാൽപ്പാടയുടെ പാക്കൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാൽപ്പാടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് എത്രത്തോളം സോഫ്റ്റ് ആവുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടതിൻ്റെ ഒരു ഫീൽ നമുക്ക് അറിയാൻ കഴിയേ. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ടിപ്പുകളൊക്കെ ഒരുപാട് ഞാൻ പാക്കുകളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകേണ്ട നമുക്ക് കാണാവേ. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് മാത്രമേ കയ്യിൽ വെച്ചുള്ളൂ കേട്ടോ. നമുക്ക് കൈയൊന്ന് കഴുകാവേ. നിങ്ങൾ വെക്കുമ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും കയ്യിൽ വെക്കണം. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത്ര മാത്രമേ വെക്കുന്നത് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാവേ. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നിന്ന് കഴിയുന്നുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു തവണ കൂടെ കഴുകിയിട്ട് വരാം കേട്ടോ.
ഞാനിത് എൻ്റെ കൈയൊക്കെ നല്ല വൃത്തി അങ്ങ് തുടച്ച് വന്നിട്ടുണ്ട്. അപ്പം കൈ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്കിങ് തേച്ചപ്പോൾ. പിന്നെ ഞാൻ കടലമാവ് ഒന്നും ഉപയോഗിച്ചൊന്നും കഴുകി കളഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞതുള്ളേ. പിന്നെ ഇളം ചൂടുവെള്ളത്തിലൊന്ന് കൈയൊന്ന് കഴുകുവാണെങ്കിൽ ആ ഒരു എണ്ണമയൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ തൈരിൻ്റെ ഒരു സ്മെല്ലൊന്നും ഈ ഒരു കയ്യിലില്ലേ. കൈ നല്ലൊരു സോഫ്റ്റ് നമുക്ക് അറിയാൻ കഴിയും, കൈയൊക്കെ പിടിക്കാൻ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണ്. നിങ്ങളത് ഡെയിലി നിങ്ങൾ തേക്കുവാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. കയ്യിലെ ടാനൊക്കെ മാറി ചുളിവൊക്കെ മാറി നല്ലൊരു ഗ്ലോ നമ്മുടെ കൈകളിൽ അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റാ.